ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട്? ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഏതാണെന്നറിയോ? ഇന്ന് യോഗ ക്ലാസ് വീഡിയോൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്, അതായത് ലാസ്റ്റ് പാർട്ട്. നമ്മൾ മരുതമല കോവിലിലേക്ക് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തല്ലോ. ഇത് ഇഷ യോഗ സെൻറ്ററിലേക്കാണ്. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും അതുപോലെ അവിടെ ചെന്നിട്ടുള്ള അവിടുത്തെ കാഴ്ചകളും എല്ലാം കണ്ടിട്ട് നേരെ തിരിച്ച് തൃശ്ശൂർക്ക്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നേരത്തെ വീഡിയോയിലേക്ക് കിടക്കാം. വരും, നമ്മൾ ഇഷയിലേക്കുള്ള ഓൺ ദ വേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ വഴിയിൽ കാണുന്നൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ കൂടുതലും തെങ്ങിൻ തോപ്പുകളും അതുപോലെ അടയ്ക്കാമര തോപ്പുകളുമാണ് ഇവിടെ കാണുന്നത്. പ്രത്യേകിച്ചും ഇഷയിലേക്കുള്ള ഒരു കവാടം കടന്നു കഴിഞ്ഞാൽ കൂടുതലും നല്ല ഭൂരിഭാഗവും കാണുന്നത് അടയ്ക്കാമരത്തിൻ്റെ ഏക്കേഴ്സ് ഓഫ് തോട്ടങ്ങളാണ്. ഇപ്പോൾ അതേ തെങ്ങിൻ തോപ്പുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും തെങ്ങിൻ തോപ്പുകളാണ്. ഇതാണ് എൻട്രൻസ് ഭാഗം കേട്ടോ. ഇനി ഇതിന് ശേഷം നേരെ അകത്തേക്ക്. അതിൻ്റെ കവാടമാണ് ഈ കാണുന്നത്. ശൂലം ഒക്കെ മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ച പോലെ നല്ലൊരു ഭംഗിയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് കാണാൻ. ഇതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ദൂരെ തടാകങ്ങളും അതിൻ്റെ സൈഡിലെല്ലാം ചെറിയ ചെറിയ മരങ്ങളും കാണാം. അതേപോലെ തന്നെ മൊത്തം മലകൾ കൊണ്ട് ചുറ്റിപ്പെട്ടാണ് ഈ ഒരു ഇഷയുടെ ഭാഗം ഉള്ളത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ വെച്ച് ബ്ലോക്ക് തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ വണ്ടി ബ്ലോക്കിൽ കിടക്കുവാണ്. ടെമ്പോ ട്രാവലേഴ്സും അതേപോലെ തന്നെ പ്രൈവറ്റ് വണ്ടികളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല തിരക്കാണ്. പാർക്കിങ്ങിന് വേണ്ടിയുള്ള ഒരു പോക്കാണ് കേട്ടോ. ഇതാ നോക്കൂ, ഈ മരങ്ങൾ കണ്ടോ, നിറച്ച് പൂക്കളാണ് കേട്ടോ, നിലത്തെല്ലാം വീണ് കിടക്കുന്നത്. ബ്ലോക്കൊന്ന് കുറഞ്ഞു തുടങ്ങി, വീണ്ടും വണ്ടി മുന്നോട്ട് പോകുവാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, തെങ്ങിൻ തോപ്പുകളും അടയ്ക്കാമരത്തോട്ടവും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ദാ തെങ്ങിൻ തോപ്പുകളാണ് നമ്മളിപ്പോൾ സൈഡിൽ കാണുന്നത്. അടയ്ക്കാമരത്തോട്ടമാണ് തുടങ്ങിയിട്ടുണ്ട്. അടയ്ക്കാമരത്തോട്ടത്തിൻ്റെ ദൃശ്യം തുടങ്ങിയിട്ടുണ്ട്. ഇവിടം തൊട്ട് ഒരു ഏക്കർ കണക്കിന് സ്ഥലം പിന്നെ അടയ്ക്കാമരത്തിൻ്റെ കൃഷിയാണ്. അത് ഒരു വരിവരിയായിട്ട് ആ റോ പോലെയാണ് വച്ചേക്കുന്നത്. കണ്ടില്ലേ? വളരെ അടുക്കും ചിട്ടയോടും കൂടിയുള്ള അടയ്ക്കാമരത്തിൻ്റെ ആ ഒരു കൃഷിയും അതുപോലെ തെങ്ങിൻ തോപ്പുമാണ് ഇവിടെ കാണുന്നത്. കാട് പിടിച്ച രീതിയിലും അങ്ങനെ ഒന്നുമല്ല, പുല്ലോ അങ്ങനെ ഒന്നുമില്ല, ചെറിയ പുൽത്തകടികൾ, അതിലൊരുപാട് പശുക്കൾ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുന്നതും ബൊഗെയിൻവില്ല തോട്ടങ്ങളും ഇവിടെ ഒരുപാട് മനോഹാരിത കൂട്ടുന്ന ദൃശ്യങ്ങളാണ്. ഇതിപ്പോൾ കാണുന്ന അടയ്ക്കാമരത്തോട്ടത്തിൻ്റെ നേരെ മുൾഭാഗത്തായിട്ട് നല്ലൊരു മലയാണ് കേട്ടോ. ഇത് മൊത്തം ഈ ഇഷ യോഗി സെൻറ്റർ മൊത്തം മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. ാണ് പാർക്ക് ചെയ്തു. ഇവിടെ പാർക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ഭഗവാന്റെ പ്രതിമ ദൂരേന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നോക്കൂ, എന്ത് ഗാംഭീര്യവും എന്ത് ഭംഗിയും എന്തൊരു പ്രൗഢിയുമായിട്ടാണ് ഭഗവാന്റെ പ്രതിമ നിൽക്കുന്നതെന്ന്. ഇത് കണ്ടോ, മൊത്തം ഇതിൻ്റെ ഫുൾ വ്യൂ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഭഗവാന്റെ പ്രതിമയുടെ ചുറ്റും കാണുന്ന ദൃശ്യമാണ് കേട്ടോ.
കണ്ടോ, ഭഗവാന്റെ പ്രതിമയുടെ ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ ഭഗവാന്റെ പ്രതിമയുടെ താഴെത്തായിട്ട് നമ്മൾ കാണുന്നത് നമുക്ക് വഴിപാട് നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ പുഷ്പാഞ്ജലികളും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് എന്ത് വഴിപാട് വേണമെങ്കിലും നമുക്ക് ഇവിടെ നടത്താം. അതിൻ്റെ ട്രസ്റ്റി ഭാരവാഹികളാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. ഇതാണ് ഭഗവാന്റെ രൂപത്തിന് താഴത്തുള്ള നേരെ മുന്നിൽ കാണുന്ന ദൃശ്യമാണ്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഒരുപാട് വഴിപാടുകളും അതുപോലെ അർച്ചനകളും എല്ലാം നടത്തുന്നുണ്ട്. നമുക്ക് ഭഗവാന്റെ പ്രതിമയുടെ ചുറ്റും ഒന്ന് നടന്നിട്ട് വരാം. ചെറുതായിട്ട് നേരം ഇരുട്ടി തുടങ്ങി. ഇവിടെ ചെറിയ ചാറ്റൽ മഴയും ഉണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ചെറിയ മഴയുണ്ടായിരുന്നു. ഇപ്പം മഴ ചെറുതായിട്ട് ഇങ്ങനെ കൂടുന്നുണ്ട്. ഇവിടെ കാണുന്നതിൻ്റെ പ്രത്യേകത, ഇവിടെ കാളവണ്ടികൾ ഒരുപാട് അവൈലബിൾ ആണ്. നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അതുപോലെ പ്രായമുള്ളവർക്കും ഈ കാളവണ്ടി സൗകര്യം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് ഭഗവാന്റെ പ്രതിമയുടെ ബാക്ക് സൈഡാണ്. ഞങ്ങളിത് ഒന്ന് പ്രതിമ ഇങ്ങനെ ചുറ്റി വരുവാണ്. അപ്പം ഏറ്റവും ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ജട അഴിച്ച് നിൽക്കുന്ന ആ ഒരു പ്രതീതിയാണ്. അപ്പം ജടയാണ് ആ ബാക്കിൽ കാണുന്നത്. ഇതിൻ്റെ ചുറ്റും, പ്രതിമയുടെ ചുറ്റും ഇതുപോലെ ഇരുമ്പ് കമ്പികൾ കൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പ്രതിമയെ ചുറ്റുന്ന രംഗമാണ് കേട്ടോ. മഴയും കൂടി പെയ്തേക്കുന്നത് കൊണ്ട് നനവും കാര്യങ്ങളും എല്ലാമാണ്. പ്രതിമയുടെ ചുറ്റും നമ്മൾ കാണുന്ന ഒരു ദൃശ്യമാണ് ഇങ്ങനെ ശൂലം കൊണ്ടുള്ള കമ്പികൾ. ഓരോ കമ്പിയിലും ഇതുപോലെ ശൂലമുണ്ട് കേട്ടോ, ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും. ഏകദേശം ഫ്രണ്ട് സൈഡ് എത്തണ വരെയാണ് ഈ ശൂലമുള്ളത്. ഇപ്പോൾ ഇത് സൈഡിലാണ്, സൈഡിലെ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. ഭഗവാന്റെ പ്രതിമയുടെ സൈഡ് ഭാഗം, അതായത് ചന്ദ്രക്കലയും കടുക്കനും എല്ലാം നമുക്ക് സൈഡിൽ നിന്ന് നോക്കിയാൽ ദൃശ്യമാകും. പ്രത്യേകിച്ച് മഴ കൂടി പെയ്തുകൊണ്ട് ഭഗവാന്റെ മുഖത്തിൻ്റെ ഭാഗത്ത് വെള്ളം ഒഴുകി വരുന്ന ഒരു ഫീല് കൂടി ഇപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. വളരെ മനോഹരവും അതുപോലെ വളരെ പ്രൗഢിയും ഗാംഭീര്യവും എല്ലാം നിറഞ്ഞ് വളരെ ഭക്തിയാർന്ന നമ്മൾ നമിച്ചു പോകുന്നൊരു രീതിയിലാണ് ഭഗവാന്റെ മുന്നിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ഈ പ്രതിമയ്ക്കുള്ളത് കേട്ടോ. മഴ കൂടിക്കൂടി വരുന്നു. അതേപോലെ തന്നെ ആളുകൾ ഒരുപാട് ആളുകളാണ് ഈ മനോഹര ദൃശ്യം കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. നമ്മൾ ഭഗവാന്റെ പ്രതിമ വലം വെച്ച് ഏകദേശം ചുറ്റി ഭഗവാന്റെ രൂപത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. നോക്കൂ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൃശ്യം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിലെ പല രാജ്യങ്ങളിൽ നിന്നും ഈ മനോഹരമായ ദൃശ്യം ആസ്വദിക്കാനായിട്ടും ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ടും എത്തിയിരിക്കുന്നത്. കണ്ടോ, വെള്ളം ഇങ്ങനെ ഭഗവാന്റെ മുഖഭാവം ഈ മുകളിലേക്ക് തല ഇങ്ങനെ ഉയർത്തി വച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു പ്രതിമ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം വീണ് കഴിയുമ്പോഴുള്ള രൂപമാണ് ഈ കാണുന്നത് കേട്ടോ. ലൈറ്റ് എല്ലാം അടിക്കുന്നതുകൊണ്ട് ആ ചന്ദ്രക്കല ശരിക്കും എടുത്തറിയുന്നുണ്ട്. ഇതാണ് റിഫ്ലക്ടറാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ലൈറ്റ് ഭഗവാന്റെ പ്രതിമയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ഇത്ര ഇരുട്ടത്തിൽ ഇങ്ങനെ വെളിച്ചം വരെ കാണാൻ പറ്റുന്നത്. എല്ലാവരും കാത്തു നിൽക്കുന്നത് എന്താണെന്നറിയോ, ഇപ്പോൾ ഒരു നല്ലൊരു ലൈറ്റ്നിങ് ഷോ ഉണ്ട് ഒരു 7 മണിയാകുമ്പോൾ. അത് കാത്തു നിൽക്കുവാണ് എല്ലാവരും. ഇതാണ് റിഫ്ലക്ടർ. ഇതിൽ നിന്നാണ് ആ ലൈറ്റിംഗ് ഭഗവാന്റെ മുഖത്തേക്ക് പ്രദർശിപ്പിക്കുന്നത്. എല്ലാ ആളുകളെയും പോലെ ഞങ്ങളും ആ മനോഹരമായ ദൃശ്യം ആസ്വദിക്കാൻ ഇവിടെ കാത്തു നിൽക്കുവാണ്. ഞാൻ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഫീല് ശരിക്കും മനസ്സിലാക്കാനായിട്ട് അവിടെ നടന്ന അതേ വോയിസ്, അവിടെ ആളുകളുടെ ബഹളവും എല്ലാം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ വോയിസ് കട്ട് ചെയ്യുന്നില്ല. ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനോട് എല്ലാവരും ആകാംക്ഷയുടെ കാത്തു നിൽക്കുമായിരുന്നു. ഇതാ ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ ലൈറ്റ് ഷോ. ഇതിനു വേണ്ടി എത്ര ജനങ്ങളെന്നറിയാം ഇവിടെ കാത്തു നിന്നുകൊണ്ടിരുന്നത്, ഞങ്ങൾ ഉൾപ്പെടെ കേട്ടോ. നോക്കിക്കോളൂ ലൈറ്റിംഗ് ഷോ.
ഇന്നൊരു ഭയങ്കര കഷ്ടമായിപ്പോയി. ഇവിടെ മഴയായതുകൊണ്ട് ഇന്ന് ലൈറ്റ് ഷോ ഇല്ല. വലിയ കാര്യത്തിൽ ഞങ്ങൾ വന്നതായിരുന്നു കേട്ടോ. ഇതാ അവിടെ ഇത് എഴുതി കാണിക്കുന്നുണ്ട്, ഡ്യൂ ടു റെയിൻ ആദിയോഗി ലൈറ്റ് ഷോ ഇസ് ക്യാൻസൽഡ്. ഭയങ്കര വിഷമമായി പോയി കേട്ടോ. ഞങ്ങൾ എത്ര നേരം ഇവിടെ കാത്തു നിന്നറിയോ. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഒരുപാട് ആളുകൾ, 1,00,000 ആളുകൾ എന്ന് തന്നെ പറയാം ഏകദേശം. എല്ലാവരും ഭയങ്കര വിഷമത്തോടെ തിരിച്ചു പോവുകയാണ്. ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ മനോഹര ദൃശ്യം ആസ്വദിക്കാനായിട്ട് വന്നത്. പക്ഷേ നിർഭാഗ്യം എന്ന് തന്നെ പറയട്ടെ, നമുക്കതിന് സാധിച്ചില്ല. എന്താണെങ്കിലും ഇവിടെ വരാനും ഭഗവാന്റെ ആ പുണ്യരൂപം കാണാനും പ്രാർത്ഥിക്കാനും ദൈവം അനുവദിച്ചല്ലോ. അപ്പോൾ ഇനി ഇതേപോലെ ഒരു അവസരത്തിൽ വന്ന് നമുക്ക് ഭഗവാനെ ആ ഒരു ലൈറ്റ് ഷോ കാണാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഇഷായോഗിയിൽ നിന്ന് മടങ്ങുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ? ഓൺ ദ വേ കാഴ്ചകളും അതുപോലെ ഇഷായോഗി സെൻറ്ററിൽ എത്തിയപ്പോൾ അവിടെയുള്ള കാഴ്ചകളും എല്ലാം നന്നായിരുന്നു അല്ലേ? നന്നായിട്ട് ഭഗവാനെ കാണാനും സാധിച്ചു ഇല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും. ആകെ ഒരേ ഒരു ഇത് പറ്റിയത്, നമുക്ക് അവിടെ ചെന്നപ്പോൾ ലൈറ്റിംഗ് കാണാനായിട്ട് പറ്റിയില്ല. കാരണം മഴ, ഞങ്ങളവിടെ ചെന്നപ്പോൾ ചെറിയ മഴ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മഴ അങ്ങോട്ട് കൂടി. പിന്നെ കുടയില്ലാതെ നടക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ വരെ എത്തി. ഭയങ്കര മഴയായി പിന്നെ അങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ടെക്നിക്കൽ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ആ ലൈറ്റിംഗ് നടത്താനായിട്ട് അത് സാധിച്ചില്ല. അപ്പോൾ നമുക്ക് ആ ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും ആ ഭാഗ്യം ഉണ്ടാവും എന്ന് ഞാൻ നന്നായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ടൈമിൽ നമുക്ക് അവിടെ ചെന്ന് ആ വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം സന്ധ്യ. ടേക്ക് കെയർ ഫ്രണ്ട്സ് ആൻഡ് സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ ബൈ.